ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ ബാങ്കിങ്ങിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ എക്സാമിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 50 ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് 1031/2023, 1036/2023, 1048/2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാങ്കിങ്ങിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റം എം സ്റ്റാൻഡ്സ് ഫോർ. ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റത്തിൽ എം എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മണി, ഓപ്ഷൻ ബി മാർജിനൽ, ഓപ്ഷൻ സി മെറ്റീരിയൽ, ഓപ്ഷൻ ഡി മാനേജ്മെൻറ്റ്. ക്യാമൽസിൽ എം എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, മാനേജ്മെൻറ്റ്. ക്യാമൽസ് റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബാങ്കിൻ്റെ ഓവറോൾ പെർഫോമൻസ് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്യാമൽസ് റേറ്റിംഗ്. ഇതിന് സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ അഡാക്വസി ആണ്, എ എന്ന് പറയുന്നത് അസറ്റ് ക്വാളിറ്റി, എം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് എഫിഷ്യൻസി, ഇ ഏർണിങ്സ്, എൽ ലിക്വിഡിറ്റി, എസ് എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ടു മാർക്കറ്റ് ലിസ്റ്റ് എന്നുള്ളതാണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എം സ്റ്റാൻഡ്സ് ചെയ്യുന്നത് മാനേജ്മെൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലോൺ ഇഷ്യൂഡ് ബൈ ബാങ്ക് ടു ദ റിയൽ എസ്റ്റേറ്റ് സെക്ടർ, ദ റിസ്ക് വെയ്റ്റ് വിൽ ബി. ഓപ്ഷൻ എ ലോവർ, ഓപ്ഷൻ ബി ഹയർ, ഓപ്ഷൻ സി കൺസിഡറബിളി ലോ, ഓപ്ഷൻ ഡി നോ സച്ച് റിസ്ക്. ലോൺ ഇഷ്യൂഡ് ബൈ ബാങ്ക് ടു ദ റിയൽ എസ്റ്റേറ്റ് സെക്ടർ. ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ലോൺ ഇഷ്യൂ ചെയ്താൽ ആ റിസ്കിന് എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ റിസ്ക് എങ്ങനത്തെ റിസ്ക് ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹയർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഈസ് ടു എൻഷ്യൂർ ക്രെഡിറ്റ് ഫ്ലോസ് ഇൻ ടു. ഓപ്ഷൻ എ ഫോറിൻ ട്രേഡ് സെക്ടർ, ഓപ്ഷൻ ബി കോർപ്പറേറ്റ് സെക്ടർ, ഓപ്ഷൻ സി വൾണറബിൾ സെക്ടേഴ്സ്, ഓപ്ഷൻ ഡി മിഡിൽ ഇൻകം ഗ്രൂപ്പ്. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഏത് സെക്ടറിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, വൾണറബിൾ സെക്ടേഴ്സ് ആണ്. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഈസ് ടു എൻഷ്യൂർ ക്രെഡിറ്റ് ഫ്ലോസ് ഇൻ ടു വൾണറബിൾ സെക്ടേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിഡ്ജ് ലോൺ ആർ ഗ്രാൻഡഡ് ഫോർ. ഓപ്ഷൻ എ ഷോർട്ട് പീരിയഡ്, ഓപ്ഷൻ ബി ലോങ് പീരിയഡ്, ഓപ്ഷൻ സി മീഡിയം പീരിയഡ്, ഓപ്ഷൻ ഡി ബോത്ത് മീഡിയം ആൻഡ് ലോങ് പീരിയഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഷോർട്ട് പീരിയഡ്. ബ്രിഡ്ജ് ലോൺ ഷോർട്ട് പീരിയഡിലേക്കാണ് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ചെക്ക് വിച്ച് ഈസ് തോൺ ഇൻ ടു 2 or more പീസസ് ആർ കോൾഡ്. ഓപ്ഷൻ എ മെറ്റീരിയൽ ഓൾട്ടറേഡ്, ഓപ്ഷൻ ബി മ്യൂട്ടിലേറ്റഡ്, ഓപ്ഷൻ സി മാർക്ക്ഡ്, ഓപ്ഷൻ ഡി നോൺ മെറ്റീരിയൽ. ഒരു ചെക്ക് കുറേ പീസസ് ആയിട്ട് കീറി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെക്കുകൾ എന്താ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, മ്യൂട്ടിലേറ്റഡ് ചെക്ക്. കുറേ പീസായിട്ട് കീറി പോയിരിക്കുന്ന ചെക്കുകളാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക്. നമുക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലൊന്നും മനസ്സിലാവാത്ത രീതിയിലൊക്കെ പോയിരിക്കുന്നതാണ് ഈ മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റീറ്റെയിൽ ബാങ്കിങ് ടാർഗറ്റഡ് ടു ഡാഷ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ഓപ്ഷൻ എ കോർപ്പറേറ്റേഴ്സ്, ഓപ്ഷൻ ബി സ്റ്റാർട്ടപ്പ് കമ്പനീസ്, ഓപ്ഷൻ സി ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ്, ഓപ്ഷൻ ഡി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. റീറ്റെയിൽ ബാങ്കിങ് ഏത് ടൈപ്പ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് റീറ്റെയിൽ ബാങ്കിങ്. ഇതല്ലാതെ നമുക്കൊരു ഹോൾസെയിൽ ബാങ്കിങ് ഉണ്ട്. ഹോൾസെയിൽ ബാങ്കിങ് എന്ന് പറയുന്നത് ലാർജ് കോർപ്പറേറ്റേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഹോൾസെയിൽ ബാങ്കിങ്. റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ആൻ ഇൻകറക്റ്റ് വൺ അസോസിയേറ്റഡ് ടു സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്. സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റുമായിട്ട് ബന്ധമില്ലാത്തത്, ഇൻകറക്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ എ മൊബൈൽ ബാങ്കിങ്, ഓപ്ഷൻ ബി SMS അലർട്ട്, ഓപ്ഷൻ സി ക്വിക്ക് മിസ്ഡ് കോൾ ഫെസിലിറ്റി, ഓപ്ഷൻ ഡി ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ട്, SMS അലർട്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ക്വിക്ക് മിസ്ഡ് കോൾ ഫെസിലിറ്റിയും അവർക്കെല്ലാം ഉള്ളതാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് ഇല്ലാത്തത് ഏതാണ്? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയാണ്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് അക്കൗണ്ടിന് മാത്രമേ ഉള്ളൂ. ബിസിനസ്മാനും ട്രേഡേഴ്സും എല്ലാം എടുക്കുന്നതാണ് കറണ്ട് അക്കൗണ്ട്, അവർക്കുള്ളതാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ
ഓപ്ഷൻ ഡി ആണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നബാർഡ് ഈസ് അറ്റ്. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി ചെന്നൈ. നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. ആൻസർ ഓപ്ഷൻ സി മുംബൈ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ അസറ്റ് എക്സിബിറ്റ്സ് നോ പ്രോബ്ലം ഇൻ ദ ബാങ്കർ ഇൻ നോർമൽ കോഴ്സ് അതർ ദാൻ ദ യൂഷ്വൽ ബിസിനസ്. ഓപ്ഷൻ എ സ്റ്റാൻഡേർഡ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഓപ്ഷൻ ബി ഡൗട്ട്ഫുൾ അസറ്റ്, ഓപ്ഷൻ സി ലോസ് അസറ്റ്, ഓപ്ഷൻ ഡി പെർഫോമിംഗ് അസറ്റ്. ഒരു അസറ്റ് എക്സിബിറ്റ് നോ പ്രോബ്ലം ഇൻ ദ ബാങ്കർ ഇൻ നോർമൽ കോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് ടൈപ്പായിരിക്കും? ഒരു ഇതുണ്ടാക്കാത്ത ടൈപ്പിലുള്ള അസറ്റുകൾ, ഒരു പ്രോബ്ലം ഉണ്ടാക്കാത്ത ടൈപ്പുള്ള അസറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പെർഫോമിംഗ് അസറ്റ്. നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അസറ്റുകളെയാണ് പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ബാങ്ക് വിച്ച് ഡസ് നോട്ട് പ്രൊവൈഡ് KCC ലോൺസ് ടു കസ്റ്റമേഴ്സ്. ഓപ്ഷൻ എ സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഓപ്ഷൻ ബി ഗ്രാമീൺ ബാങ്ക്, ഓപ്ഷൻ സി IDBI, ഓപ്ഷൻ ഡി SBI. KCC ലോൺസ് പ്രൊവൈഡ് ചെയ്യാത്ത ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. IDBI KCC ലോൺസ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. വേറെ എല്ലാ ബാങ്കുകളും KCC പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് എൻഡോഴ്സ്മെൻറ്റ്. ഓപ്ഷൻ എ ഫുൾ എൻഡോഴ്സ്മെൻറ്റ്, ഓപ്ഷൻ ബി ജനറൽ എൻഡോഴ്സ്മെൻറ്റ്, ഓപ്ഷൻ സി ഫാക്കൾട്ടേറ്റീവ്, ഓപ്ഷൻ ഡി സാൻസ് റീകോഴ്സ്. സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റിനെ പറയുന്ന മറ്റൊരു പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഫുൾ എൻഡോഴ്സ്മെൻറ്റ് എന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഫുൾ എൻഡോഴ്സ്മെൻറ്റ്. സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റിനെയാണ് ഫുൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫുൾ എൻഡോഴ്സ്മെൻറ്റിൽ എൻഡോഴ്സറുടെ ഒപ്പും പേരും മാത്രമല്ല, നമ്മൾ ആർക്കാണോ അത് എൻഡോഴ്സ് ചെയ്യുന്നത് എൻഡോഴ്സിയുടെ പേരും എല്ലാം കൃത്യമായിട്ടുണ്ടായിരിക്കുന്ന എൻഡോഴ്സ്മെൻ്റ് ആണ് ഈ ഫുൾ എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് ഉണ്ട്. ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റിലാണെങ്കിൽ എന്താണ്? ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ജനറൽ എൻഡോഴ്സ്മെൻറ്റ്, അതിൽ എൻഡോഴ്സർ പേര് എഴുതി സൈൻ ചെയ്ത് വെറുതെ കൊടുക്കുന്നതാണ്. എൻഡോഴ്സിയുടെ ഡീറ്റെയിൽസ് ഒന്നും അതിൽ ഉണ്ടാവില്ല. അങ്ങനത്തെ എൻഡോഴ്സ്മെൻറ്റിനെയാണ് നമ്മൾ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് അഥവാ ജനറൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ജനറൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയും. അടുത്ത ഫാക്കൾട്ടേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻഡോഴ്സറുടെ കുറച്ച് റൈറ്റ്സ് എല്ലാം കുറച്ച് റൈറ്റ്സ് എല്ലാം അയാൾക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ ഡിസോണർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡോഴ്സർക്ക് നമ്മളൊരു എൻഡോഴ്സർക്കൊരു നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് തന്നെ എൻഡോഴ്സർക്കെതിരെ നമുക്ക് കേസിന് പോകാൻ പറ്റും. നോട്ടീസ് ഒന്നും അയക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ചില എൻഡോഴ്സറുടെ കുറച്ച് റൈറ്റുകൾ ഇതായിരുന്നതിനെയാണ് നമ്മൾ ഫാക്കൾട്ടേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഫാക്കൾട്ടേറ്റീവ് ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ വേവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WAIVED വേവ്ഡ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് എങ്കിൽ അത് ഫാക്കൾട്ടേറ്റീവ് എൻഡോഴ്സ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. സം റൈറ്റ് ഓഫ് എൻഡോഴ്സർ വേവ്ഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ. സാൻസ് റീകോഴ്സ് എന്ന് പറയുന്നത് വിത്തൗട്ട് ലയബിലിറ്റി എന്നുള്ളതാണ്. സാൻസ് റീകോഴ്സ് എന്ന് പറയുന്നത് എൻഡോഴ്സർ അദ്ദേഹത്തിന് ഒരു ലയബിലിറ്റിയും ഈ ചെക്കിൻ്റെ മേലില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നതിനെയാണ് നമ്മൾ സാൻസ് റീകോഴ്സ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ലയബിലിറ്റി ആണ് സാൻസ് റീകോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു cater the needs of option A business people, option B targeted low income people, option C high income people, option D traders. ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് DRI അത് ഏത് കാറ്റഗറി ഓഫ് പീപ്പിൾസിന് ആ പീപ്പിൾസിൻ്റെ നീഡ്സിന് വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ടാർഗറ്റഡ് ലോ ഇൻകം പീപ്പിൾസിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം വാസ് അനൗൺസ്ഡ് ആസ് പെർ. ഓപ്ഷൻ എ RBI ആക്ട്, ഓപ്ഷൻ ബി NI ആക്ട്, ഓപ്ഷൻ സി BR ആക്ട്, ഓപ്ഷൻ ഡി നബാർഡ് ആക്ട്.
ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇതിൽ ഏത് ആക്ടിലാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, BR ആക്ട് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സർഫാസി ആക്ട് റിലേറ്റ്സ് ടു. ഓപ്ഷൻ എ നോമിനേഷൻ ഫെസിലിറ്റി ടു ബാങ്ക് അക്കൗണ്ട്, ഓപ്ഷൻ ബി പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഇൻ ബാങ്ക്, ഓപ്ഷൻ സി ലോൺ റിക്കവറി, ഓപ്ഷൻ ഡി ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്. സർഫാസി ആക്ട് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ലോൺ റിക്കവറി ആയിട്ടാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ലോൺ റിക്കവറി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള ഗ്രാമീൺ ബാങ്ക് അറ്റ്. ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി ട്രിവാൻഡ്രം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള ഗ്രാമീൺ ബാങ്ക്. ആൻസർ ഓപ്ഷൻ എ ആണ്, മലപ്പുറം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലൂ ചിപ്പ് ഷെയർസ് ആർ ഇഷ്യൂഡ് ബൈ. ഓപ്ഷൻ എ സ്റ്റാർട്ടപ്പ് കമ്പനീസ്, ഓപ്ഷൻ ബി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഓപ്ഷൻ സി ഫിനാൻഷ്യലി സൗണ്ട് കമ്പനീസ്, ഓപ്ഷൻ ഡി നോൺ വെൽ റെപ്യൂട്ടഡ് കമ്പനീസ്. ബ്ലൂ ചിപ്പ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണെന്ന്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഫിനാൻഷ്യലി സൗണ്ട് കമ്പനീസ് ആണ് ബ്ലൂ ചിപ്പ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ റോങ് വൺ അസോസിയേറ്റഡ് ടു ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ്. ഓപ്ഷൻ എ റിസ്ക് ഫ്രീ, ഓപ്ഷൻ ബി എക്സാമ്പിൾ ഈസ് ട്രഷറി ബില്ല്, ഓപ്ഷൻ സി ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഓപ്ഷൻ ഡി ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ സ്കീം ആർ LIC ആൻഡ് GIC. റോങ് വൺ, ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റിയിൽ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജന വാസ് ലോഞ്ച്ഡ് ഇൻ. ഓപ്ഷൻ എ 2016, ഓപ്ഷൻ ബി 2019, ഓപ്ഷൻ സി 2012, ഓപ്ഷൻ ഡി 2013. പ്രധാൻ മന്ത്രി സുരക്ഷാ ഭീമ യോജന ലോഞ്ച് ചെയ്തത് 2016. ആൻസർ ഓപ്ഷൻ എ 2016. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് 2 or more ഫോംസ് ഓഫ് മോർഗേജസ്. ഓപ്ഷൻ എ ഇക്വിറ്റബിൾ മോർഗേജ്, ഓപ്ഷൻ ബി ഇംഗ്ലീഷ് മോർഗേജ്, ഓപ്ഷൻ സി അനോമിലസ് മോർഗേജ്, ഓപ്ഷൻ ഡി യൂസ് ഫ്രാക്ചറി മോർഗേജ്. 2 or more ഫോംസ് ഓഫ് മോർഗേജ്, രണ്ടോ അതിലധികമോ മോർഗേജിൻ്റെ കോമ്പിനേഷനെ പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, അനോമിലസ് മോർഗേജ്. അനോമിലസ് മോർഗേജ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more ഫോംസ് ഓഫ് മോർഗേജ്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ 127 ഓഫ് ദ NI ആക്ട് ഡീൽസ്. ഓപ്ഷൻ എ നോൺ നെഗോഷിയബിൾ ക്രോസിംഗ്, ഓപ്ഷൻ ബി ഡബിൾ ക്രോസിംഗ്, ഓപ്ഷൻ സി മെറ്റീരിയൽ ഓൾട്ടറേഷൻ, ഓപ്ഷൻ ഡി സ്പെഷ്യൽ ക്രോസിംഗ്. ക്രോസിങ്ങിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 127 സെക്ഷൻ 127 ഏത് ടൈപ്പ് ക്രോസിംഗ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് NI ആക്ടിൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡബിൾ ക്രോസിംഗ്. സെക്ഷൻ 127 ഡബിൾ ക്രോസിംഗ് ആണ്. ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത് ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത് സെക്ഷൻ 123 ആണ് ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഡബിൾ ക്രോസിംഗ് 127. ഇനി നമുക്കുണ്ട് സ്പെഷ്യൽ ക്രോസിംഗ്. സ്പെഷ്യൽ ക്രോസിംഗ് 124 ആണ്. ഓക്കെ, അപ്പോൾ ജനറൽ ക്രോസിംഗ് 123, സ്പെഷ്യൽ ക്രോസിംഗ് 124, ഡബിൾ ക്രോസിംഗ് 127. ഇനി നോൺ നെഗോഷ്യബിൾ ക്രോസിങ്ങോ 130. ഇതെല്ലാം NI ആക്ട് സെക്ഷനാണ് കേട്ടോ. അപ്പോൾ NI ആക്ട് സെക്ഷൻ 130 ആണ് നോൺ നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യലി ഇൻ്റർമീഡിയറി ബിക്കോസ്. ഓപ്ഷൻ എ ഇറ്റ് ആക്ട് ആസ് ബ്രോക്കർ ബിറ്റ്വീൻ ഡെപ്പോസിറ്റർ ആൻഡ് ബാങ്കർ, ഓപ്ഷൻ ബി ഇറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ സേവേഴ്സ് ആൻഡ് ദ ബോറോവേഴ്സ്, ഓപ്ഷൻ സി ഇറ്റ് ഈസ് ഇൻ ദ ഫിനാൻസ് ഇൻഡസ്ട്രി, ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് ഇൻ ദ ഇൻ്റർമീഡിയറി ഇൻഡസ്ട്രീസ്. എ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്.
ഇറ്റ് ആക്ട് ആസ് ലിങ്ക് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ബോറോവേഴ്സ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബാങ്ക് ഓഫ് രാജസ്ഥാൻ ഈസ് മെർജ്ഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാങ്ക്? ബാങ്ക് ഓഫ് രാജസ്ഥാൻ ഏത് ബാങ്കുമായിട്ടാണ് മെർജ് ചെയ്തത്? ഓപ്ഷൻ ICICI ബാങ്ക്, ഓപ്ഷൻ ബി IDBI, ഓപ്ഷൻ സി HDFC, ഓപ്ഷൻ ഡി ആക്സിസ് ബാങ്ക്. ആൻസർ ഓപ്ഷൻ എ ആണ്, ICICI ബാങ്ക്. ബാങ്ക് ഓഫ് രാജസ്ഥാൻ ICICI ബാങ്കുമായിട്ടാണ് മെർജ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കാനറ ബാങ്ക് ആൻഡ് കോർപ്പറേഷൻ ബാങ്ക് ഹാവ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ഡാഷ് ആൻഡ് ഡാഷ്. ഓപ്ഷൻ എ മാംഗ്ലൂർ ആൻഡ് ന്യൂഡൽഹി, ഓപ്ഷൻ ബി ബാംഗ്ലൂർ ആൻഡ് മാംഗ്ലൂർ, ഓപ്ഷൻ സി ബോത്ത് ഇൻ മാംഗ്ലൂർ, ഓപ്ഷൻ ഡി ബോത്ത് ഇൻ ബാംഗ്ലൂർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ബാംഗ്ലൂർ ആൻഡ് മാംഗ്ലൂർ. കാനറ ബാങ്ക് ആൻഡ് കോർപ്പറേഷൻ ബാങ്ക് ഹാവ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ബാംഗ്ലൂർ ആൻഡ് മാംഗ്ലൂർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്? ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് അല്ലാത്തത്. ഓപ്ഷൻ എ ആക്സിസ് ബാങ്ക്, ഓപ്ഷൻ ബി കൊട്ടക് മഹേന്ദ്ര ബാങ്ക്, ഓപ്ഷൻ സി ലക്ഷ്മി വിലാസ് ബാങ്ക്, ഓപ്ഷൻ ഡി IDFC ബാങ്ക്. ആൻസർ ഓപ്ഷൻ സി ആണ്, ലക്ഷ്മി വിലാസ് ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ. IBRD ഈസ് ഓൾസോ നോൺ ആസ്. ഇൻഡസ്ട്രിയൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് IBRDയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ വേൾഡ് ബാങ്ക്, ഓപ്ഷൻ ബി സെൻട്രൽ ബാങ്ക്, ഓപ്ഷൻ സി എക്സിം ബാങ്ക്, ഓപ്ഷൻ ഡി ഓൾ. ആൻസർ ഓപ്ഷൻ എ ആണ്, വേൾഡ് ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്? ഓപ്ഷൻ എ പ്രൊവൈഡിംഗ് പ്രൊജക്ട് ഫിനാൻസ്, ഓപ്ഷൻ ബി സെറ്റിംഗ് പേയ്മെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമേഴ്സ്, ഓപ്ഷൻ സി ഡിസൈഡിംഗ് CRR റേറ്റ്സ്, ഓപ്ഷൻ ഡി അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫങ്ഷൻ അല്ലാത്തത് ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡിസൈഡിംഗ് CRR റേറ്റ്സ്. അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫോറിൻ ബാങ്ക് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫോറിൻ ബാങ്ക്. ഓപ്ഷൻ എ HSBC, ഓപ്ഷൻ ബി സിറ്റി ബാങ്ക്, ഓപ്ഷൻ സി ഡിച്ചസ് ബാങ്ക്, ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ കേസ് ഓഫ് ഡാഷ് സെവറൽ ബാങ്ക്സ് ജോയിൻ ടുഗെദർ ടു മീറ്റ് the credit needs of large borrower. Option A joint banking, option B consortium banking, option C cluster banking, option D commercial banking. കുറേ അധികം ബാങ്ക് ഒരുമിച്ച് ചേർന്ന് ഒരു വലിയൊരു ബോറോവറുടെ ക്രെഡിറ്റ് നീഡ്സ് ഫില്ല് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ കുറേ ബാങ്കുകൾ ഒരുമിച്ച് ചേർന്നിട്ട് അയാൾക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കൺസോർഷ്യം ബാങ്കിങ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ദ സബ്സിഡിയറീസ് ഓഫ് SBI വെർ നാഷണലൈസ്ഡ്? ഓപ്ഷൻ എ 1955, ഓപ്ഷൻ ബി 1969, ഓപ്ഷൻ സി 1965, ഓപ്ഷൻ ഡി 1959. സബ്സിഡിയറീസ് SBIയുടെ സബ്സിഡിയറീസ് നാഷണലൈസ് ചെയ്തത് ഏത് ഇയറിലാണെന്ന്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1959. അടുത്ത ക്വസ്റ്റ്യൻ. ലീഡ് ബാങ്ക് സിസ്റ്റം വാസ് സ്റ്റാർട്ടഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ്. ഓപ്ഷൻ എ നരിമാൻ കമ്മിറ്റി, ഓപ്ഷൻ ബി ഖേൽക്കർ കമ്മിറ്റി, ഓപ്ഷൻ സി നരസിംഹൻ കമ്മിറ്റി, ഓപ്ഷൻ ഡി മൽഹോത്ര കമ്മിറ്റി. ലീഡ് ബാങ്ക് സിസ്റ്റം ആരുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു? ഓപ്ഷൻ എ ആണ്, നരിമാൻ കമ്മിറ്റി. നരിമാൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് ലീഡ് ബാങ്ക് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ്? MSCS. ഓപ്ഷൻ എ 1992, ഓപ്ഷൻ ബി 2002, ഓപ്ഷൻ സി 2004, ഓപ്ഷൻ ഡി 2012. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്ത ഇയർ 2002 ആണ്. ആൻസർ ഓപ്ഷൻ ബി 2002. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ലോക്കർ റെൻറ്റ് ഈസ് നോട്ട് പെയ്ഡ് ബാങ്ക് ക്യാൻ.
ലോക്കർ റെൻറ്റ് പേ ചെയ്തില്ലെങ്കിൽ ബാങ്കിന് എന്തൊക്കെ ചെയ്യാം എന്നാണ്. ഓപ്ഷൻ എ സീൽ ദ ലോക്കർ, ഓപ്ഷൻ ബി സ്റ്റോപ്പ് ഓപ്പറേഷൻ ഓഫ് ദ ലോക്കർ, ഓപ്ഷൻ സി ബ്രേക്ക് ഓപ്പൺ ദ ലോക്കർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. ആ ലോക്കർ സീൽ ചെയ്യാം, ആ ലോക്കറുടെ ഓപ്പറേഷൻസ് നിർത്തിവെക്കാം, ലോക്കർ ബ്രേക്ക് ചെയ്യാം, അങ്ങനെ ബാങ്കിന് എല്ലാം ചെയ്യാൻ പറ്റും ആ ലോക്കറിൻ്റെ റെൻറ്റ് പേ ചെയ്യുന്നില്ല എങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ? ഓപ്ഷൻ എ ട്രാൻസ്ഫർ ഓഫ് സോഷ്യൽ ബെനഫിറ്റ്, ഓപ്ഷൻ ബി ക്യാഷ് ഡിസ്കൗണ്ട് ഓൺ പർച്ചേസ്, ഓപ്ഷൻ സി റെമിറ്റൻസ് ത്രൂ ബാങ്ക്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് സോഷ്യൽ ബെനഫിറ്റ് ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ട്രാൻസ്ഫർ ഓഫ് സോഷ്യൽ ബെനഫിറ്റ്. ഇതെല്ലാം പല പല വർഷങ്ങളിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിമം ടെന്യൂർ ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ്? ഓപ്ഷൻ എ 3 years, ഓപ്ഷൻ ബി 5 years, ഓപ്ഷൻ സി 7 years, ഓപ്ഷൻ ഡി 10 years. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മാക്സിമം ടെന്യൂർ എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 10 years. 10 വർഷം വരെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ സമയമെന്ന് പറയുന്നത്. ഇത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ 7 days to 10 yearsലേക്കാണ്. 7 days ആണ് കേട്ടോ, 7 days to 10 years. ഇനി നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ 15 days to 10 years ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിലാണെങ്കിൽ അങ്ങനെ വരും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പാൻ നമ്പർ ഈസ് റിക്വയർഡ് ഫോർ? ഓപ്ഷൻ എ ഡെപ്പോസിറ്റ് ഓഫ് ₹50,000 ആൻഡ് എബവ്, ഓപ്ഷൻ ബി ഡെപ്പോസിറ്റ്സ് ഓഫ് ₹25,000 ആൻഡ് എബവ്, ഓപ്ഷൻ സി ഡെപ്പോസിറ്റ്സ് ഓഫ് ₹1 lakh ആൻഡ് എബവ്, ഓപ്ഷൻ ഡി ഡെപ്പോസിറ്റ് ഓഫ് ₹2 lakh ആൻഡ് എബവ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡെപ്പോസിറ്റ്സ് ഓഫ് ₹50,000 ആൻഡ് എബവ്. പാൻ റിക്വയർഡ് ആയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്, 50,000 എബവ് ഉള്ള ഡെപ്പോസിറ്റ്സിനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? ഓപ്ഷൻ എ RBI is the bank of issue, ഓപ്ഷൻ ബി RBI is bankers bank, ഓപ്ഷൻ സി RBI is not regulate the flow of credit, ഓപ്ഷൻ ഡി RBI act as banker to government. ഇതിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? RBI does not regulate the flow of credit. അതാണ് കറക്റ്റ് അല്ലാത്തത്. അതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. RBI ആണ് നമ്മുടെ ഫ്ലോ ഓഫ് ക്രെഡിറ്റ് എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത്, RBI ആണ്. പിന്നെ ബാങ്ക് ഓഫ് ഇഷ്യൂ എന്നറിയപ്പെടുന്നത് RBIനെയാണ്. RBI ഈസ് ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന RBIനെയാണ്. ബാങ്കർ ടു ഗവൺമെൻറ് എന്നറിയപ്പെടുന്നത് RBI ആണ്. ഇതിൽ RBI ആയിട്ട് കണക്റ്റ് ആവാത്തത് ഏതാണ്? RBI ഡസ് നോട്ട് റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് ക്രെഡിറ്റ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗവർണേഴ്സ് ഓഫ് RBI ഓൾസോ സെർവ്ഡ് ആസ് എ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? RBI ഗവർണർ ആയിരുന്ന ആൾ പിന്നീട് ഫിനാൻസ് മിനിസ്റ്ററും ആയിട്ടുണ്ട്. അങ്ങനെയുള്ളത് ഇതിൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അമിതാഭ ഘോഷ്, ഓപ്ഷൻ ബി പ്രണവ് മുഖർജി, ഓപ്ഷൻ സി മൻമോഹൻ സിംഗ്, ഓപ്ഷൻ ഡി ബംഗാൾ രാമറാവു. ആൻസർ ഓപ്ഷൻ സി ആണ്, മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് ആണ് ഫിനാൻസ് മിനിസ്റ്ററും നമ്മുടെ ഗവർണർ ഓഫ് RBIയും ആയിരുന്നു. ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിട്ടും സെർവ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൗണ്ട്സ് അണ്ടർ SLR? ഓപ്ഷൻ എ ക്യാഷ് ഇൻ ഹാൻഡ്, ഓപ്ഷൻ ബി ഗോൾഡ് ഓൺഡ് ബൈ ബാങ്ക്, ഓപ്ഷൻ സി ബാലൻസ് വിത്ത് RBI, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. എന്താണ് SLR ആയിട്ട്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് SLR ആയിട്ട് ലിക്വിഡ് അസറ്റുകളായിട്ട് ഇതിൽ എടുക്കുന്നത് ഏതിനൊക്കെയാണ്? ക്യാഷ് ഇൻ ഹാൻഡ് ലിക്വിഡാണ്, ഗോൾഡ് ഓൺഡ് ബൈ ബാങ്ക് അതും ലിക്വിഡാണ്, ബാലൻസ് വിത്ത് RBI അതും നമ്മുടെ ലിക്വിഡ് അസറ്റിൽ പെടും. അപ്പോൾ SLR എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയിൽ പെടുന്ന ഇതെല്ലാം പെടും. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് മോണിറ്ററി പോളിസി? ഓപ്ഷൻ എ റിപ്പോ റേറ്റ്, ഓപ്ഷൻ ബി CRR, ഓപ്ഷൻ സി SLR, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. RBIയുടെ മോണിറ്ററി പോളിസിയിലെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് മോണിറ്ററി പോളിസി, ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട് ക്വാളിറ്റേറ്റീവും ഉണ്ട് RBIക്ക് മോണിറ്ററി പോളിസിയിൽ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ്. CRR ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ്.
SLRും ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ഉണ്ട്. അതാണ് നമ്മുടെ ഈ റേഷനിങ് ഓഫ് ക്രെഡിറ്റ്, മോറൽ പെർസ്യൂഷൻ, അതെല്ലാം ക്വാളിറ്റേറ്റീവ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഫസ്റ്റ് നരിമാൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ റിഗാർഡിംഗ് ദ SLR? SLRനെ സംബന്ധിച്ച് നരസിംഹം കമ്മിറ്റിയുടെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ എന്തായിരുന്നു? ഓപ്ഷൻ എ, ടു ബ്രിങ് ഇറ്റ് ഡൗൺ ഫ്രം 38.5% to 80%. ഓപ്ഷൻ ബി, ടു ബ്രിങ് ഇറ്റ് അപ്പ് ഫ്രം 38.5% to 45%. ഓപ്ഷൻ സി, to bring it down from 38.5% to 25%. Option D, to bring it up from 38.5% to 40%. ഇതിലേതായിരുന്നു നരസിംഹൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ടു ബ്രിങ് ഇറ്റ് ഡൗൺ ഫ്രം 38.5% to 25%. അടുത്ത ക്വസ്റ്റ്യൻ, interest on SB deposit is credited to the account of the depositor by cooperative banks. Option A, every month. Option B, quarterly. Option C, half yearly. Option D, yearly. SB ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്ററിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോപ്പറേറ്റീവ് ബാങ്ക്സിലെ കാര്യമാണ് കേട്ടോ ഇത്. അതെപ്പോഴാണ്? ഓപ്ഷൻ സി ആണ്, ഹാഫ് ഇയർലി ആണ് അത് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൺ ഡിറ്റക്ഷൻ ഓഫ് എ കൗണ്ടർ ഫീറ്റ് നോട്ട് അറ്റ് ദ കൗണ്ടർ ബാങ്ക് ഷുഡ്. ഓപ്ഷൻ എ, ഡെപ്പോസിറ്റ് ഇൻ അക്കൗണ്ട്. ഓപ്ഷൻ ബി, റിട്ടേൺ ദ നോട്ട് ടു ദ കസ്റ്റമർ. ഓപ്ഷൻ സി, എക്സ്ചേഞ്ച് വിത്ത് ജെനുവിൻ നോട്ട്. ഓപ്ഷൻ ഡി, ഇംപൗണ്ട് ദ നോട്ട് ആൻഡ് ഇഷ്യൂ റെസിപ്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇംപൗണ്ട് ദ നോട്ട് ആൻഡ് ഇഷ്യൂ റെസിപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് കോമ്പൗണ്ടഡ് ഓൺ. ഓപ്ഷൻ എ, മന്ത്ലി. ഓപ്ഷൻ ബി, ക്വാർട്ടർലി ബേസിസ്. ഓപ്ഷൻ സി, ഹാഫ് ഇയർലി ബേസിസ്. ഓപ്ഷൻ ഡി, ഇയർലി ബേസിസ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആണെങ്കിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്വാർട്ടർലി ബേസിസ്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് മാത്രമുള്ളെങ്കിൽ അതെങ്ങനെയായിരിക്കും? അത് ഡെയിലി ബേസിസിലായിരിക്കും. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് മാത്രം ഉള്ളെങ്കിൽ അത് ഡെയിലി ബേസിസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ കോമ്പൗണ്ടഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത്? ക്വാർട്ടർലി ബേസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാലിഡിറ്റി പീരിയഡ് ഓഫ് ചെക്ക്? ഓപ്ഷൻ എ, 1 month ഫ്രം ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഓപ്ഷൻ ബി, 3 months ഫ്രം ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഓപ്ഷൻ സി, 6 months ഫ്രം ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഓപ്ഷൻ ഡി, നോ ലിമിറ്റ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. അതാണ് ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ്, 6 മാസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ബാങ്ക്സ് വർ നാഷണലൈസ്ഡ് ഇൻ 1969? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 22. 1969 നമ്മുടെ ഫസ്റ്റ് നാഷണലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ എത്ര ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 14. പിന്നെ നടന്നത് 1980 അന്നേരം എത്രയായിരുന്നു? 6 ബാങ്കുകളായിരുന്നു അന്നേരം നാഷണലൈസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ലീഡ് ബാങ്ക് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. ഓപ്ഷൻ എ 1969, ഓപ്ഷൻ ബി 1968, ഓപ്ഷൻ സി 1967, ഓപ്ഷൻ ഡി 1966. ലീഡ് ബാങ്ക് സ്കീം എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1969. ആൻസർ ഓപ്ഷൻ എ 1969. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാസ് ജനറൽ ഇൻഷുറൻസ് ബിസിനസ് നാഷണലൈസ്ഡ്? ജനറൽ ഇൻഷുറൻസ് ബിസിനസ് നാഷണലൈസ് ചെയ്തത് ഓപ്ഷൻ എ 1938, ഓപ്ഷൻ ബി 1971, ഓപ്ഷൻ സി 1973, ഓപ്ഷൻ ഡി 1993. ജനറൽ ഇൻഷുറൻസ് ബിസിനസ് നാഷണലൈസ് ചെയ്തത് എന്നാണ്? ഓപ്ഷൻ സി ആണ്, 1973. അടുത്ത ക്വസ്റ്റ്യൻ, നോമിനേഷൻ ഷുഡ് ബി റിസീവ്ഡ് ഇൻ. ഓപ്ഷൻ എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഓപ്ഷൻ ബി ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ സി റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. നോമിനേഷൻ ഏതിനൊക്കെ ഉണ്ടാവും? സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റിനുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റിനുണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റിനും ഉണ്ട്. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദ എബവ് ആണ്, എല്ലാത്തിനും നോമിനേഷൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മിനിമം ഏജ് റിക്വയർഡ് ടു ഓപ്പൺ SB അക്കൗണ്ട് ഇൻ ദ ബാങ്ക് ഈസ്.
ഓപ്ഷൻ എ 10 ഇയേഴ്സ്, ഓപ്ഷൻ ബി 12 ഇയേഴ്സ്, ഓപ്ഷൻ സി 16 ഇയേഴ്സ്, ഓപ്ഷൻ ഡി 18 ഇയേഴ്സ്. ഒരു ബാങ്കിൽ SB അക്കൗണ്ട് തുടങ്ങുന്നതിന് വേണ്ട മിനിമം ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 10 ഇയേഴ്സ് ആണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് ഇഷ്യൂഡ് ബൈ. ഓപ്ഷൻ എ കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ബി പബ്ലിക് സെക്ടർ ബാങ്ക്, ഓപ്ഷൻ സി പ്രൈവറ്റ് ബാങ്ക്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ബാങ്ക് ഡ്രാഫ്റ്റ് ആരൊക്കെ ഇഷ്യൂ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. കോപ്പറേറ്റീവ് ബാങ്ക്സും പബ്ലിക് സെക്ടർ ബാങ്ക്സും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും എല്ലാവരും എന്താണ് ബാങ്ക് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ എക്സാമിന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ ഇപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്